ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. പ്രഗത്ഭരായ കലാകാരന്മാരുമായി ഇത്തരമൊരു വേദി പങ്കിടാനും നിങ്ങളോട് അല്പം സംസാരിക്കാനും ഒരു സാഹചര്യം ഒരുക്കി തന്നത് ഇത് ശ്രീ ശ്രീദേവി പിള്ളയോടും MSIയോടും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തിയിരുന്നു. വായന കുറയുന്നു, കവിത മരിക്കുന്നു എന്നെല്ലാമുള്ള മുറവിളികൾ ഒരു വശത്ത് വരുമ്പോൾ നാം എന്താണ് ഇവിടെ കാണുന്നത്? ഇത്തരമുള്ള പുസ്തക മേളകളും DC പോലെയുള്ള നല്ല പബ്ലിഷേഴ്സിന്റെയും പുസ്തകങ്ങൾ കൂടി വരികയാണ്. വായന മരിക്കുന്നില്ല എന്നാണ് അത് വിളിച്ചു പറയുന്നത്. സംഗീതത്തിന്റെ കാര്യം എടുത്താലും ഒട്ടും വ്യത്യസ്തമല്ല. പണ്ട് ഞങ്ങളുടെ കാലത്ത് തമ്പി സാറിന് ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാവർക്കും അത് മനസ്സിലാവും. ഓൾ ഇന്ത്യ റേഡിയോ എന്ന ഒരു സ്ഥാപനത്തെ ആശ്രയിച്ചാണ് ഞങ്ങളെല്ലാം സംഗീതം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഒരു പുതിയ ഗാനം വന്നാൽ നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകളിൽ വീണ്ടും അത് വരുന്നത് വരെ കാത്തിരിക്കണം. ഇന്നതല്ല സ്ഥിതി. ആയിരക്കണക്കിന് സൈറ്റുകളുണ്ട്, റേഡിയോ ഉണ്ട്, FM റേഡിയോ വീണ്ടും തിരിച്ചു വരുന്നു. എല്ലാവരുടെ കയ്യിലും ഐപോഡുകളുണ്ട്, MP3 പ്ലെയറുകളുണ്ട്, CD-കളുണ്ട്. പണ്ട് ഞങ്ങളുടെ തലമുറ കേട്ടതിനേക്കാൾ എത്രയോ അധികം സംഗീതം ഇന്ന് കേൾക്കപ്പെടുന്നുണ്ട്. അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറെ വശത്തെ കുറിച്ചാണ്. 10 കവിതകൾ ജനിക്കുമ്പോൾ ഒന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 10 ഗാനങ്ങൾ രചിക്കപ്പെടുമ്പോൾ അതിൽ ഒന്നാണ് വെളിച്ചം കാണുന്നത്. 10 ചെറുകഥകൾ എഴുതപ്പെടുമ്പോൾ അതിൽ ഒന്നാണ് പ്രസിദ്ധീകരണം സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ഈ പ്രസാധനം ചെയ്യുന്ന രീതി വളരെയധികം പണച്ചെലവുള്ളതാണ്. ഏത് പ്രസാധകനും തനിക്ക് കിട്ടുന്ന അനേകം പുസ്തകങ്ങളിൽ നിന്ന് ചിലത് തിരഞ്ഞെടുത്ത്, അനേകം ഗാനങ്ങളിൽ നിന്ന് ചിലത് തിരഞ്ഞെടുത്ത് അവ മാത്രമേ പ്രസിദ്ധീകരിക്കാനാവൂ. എന്നാൽ അതേസമയം ഇന്ന് ഓരോ ക്യാമ്പസുകളിലും റിയാലിറ്റി ഷോയിലും എവിടെ ചെന്നാലും നമുക്ക് കാണാം പ്രതിഭകളുടെയും കൃതികളുടെയും ബാഹുല്യം. എത്രയോ അധികം ചെറുപ്പക്കാർ ഇതിലേക്ക് വരുന്നു. നേരത്തെ കമ്പി സാർ പറഞ്ഞതുപോലെ, വിദ്യാധര മാസ്റ്റർ പറഞ്ഞതുപോലെ, പ്രതിഭയ്ക്ക് യാതൊരു കുറവുമില്ല. പലതിനും എക്സ്പ്രഷൻ കിട്ടാതെ പോകുന്നു. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള കല മാത്രമേ ഇന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് മാത്രമേ വിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിന് പുറത്ത് നിൽക്കുന്ന 9 കവിതകൾ, ഇതിന് പുറത്ത് നിൽക്കുന്ന 9 ഗാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയിലാണ് എയ്സ്തെറ്റിക് എന്ന ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. MSIയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം പരസ്പര പൂരകങ്ങളായ കാര്യങ്ങൾ കാണുന്നുണ്ട്. MSI നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലത്തെ എല്ലാ കൃതികളുടെയും ആധികാരികമായ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സൈറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്നത് കമേഴ്ഷ്യലായിട്ട് വിലയില്ലാത്ത, ഇന്ന് കമേഴ്ഷ്യലായിട്ട് വിൽക്കാൻ പറ്റാത്ത അനേകം കൃതികളുണ്ടാവും. വിദ്യാധരൻ മാഷിന്റെ അത്യപൂർവമായ ഒരു രാഗം വിസ്തരിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ്, വളരെ വർഷങ്ങൾക്ക് ശേഷം ഉദയഭാനു സാറിന്റെ ഒരു പുതിയ ഈരടി, അല്ലെങ്കിൽ തുയിലുണരു തുമ്പികളിൽ തുടങ്ങിയ ഗാനങ്ങൾ, അനേകം ലളിതഗാന ശാഖയ്ക്ക് മുതൽക്കൂട്ടായിട്ടുള്ള അനേകം ഗാനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള, എഴുതിയിട്ടുള്ള ശ്രീമാരൻ നമ്പി സാറിന്റെ പുതിയ ഒരു ഗാനശാഖ. അതിന് ഇന്ന് മാർക്കറ്റ് ഉണ്ടാവില്ല. പക്ഷേ എയ്സ്തെറ്റിക് എന്ന ഞങ്ങളുടെ സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യാം. അജയ് മേനെ ഞാൻ കണ്ടിട്ടില്ല. നേരത്തെ കമ്പി സാർ പറഞ്ഞ 2-3 കാര്യങ്ങൾ വളരെ പ്രകോപനപരമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഒന്ന്, സംഗീതമില്ലാതെ കവിത നിലനിൽക്കില്ല. ഞാനത് വളരെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൊഫസർ ആനന്ദക്കുട്ടൻ എന്ന ഹാസ്യ സാഹിത്യകാരന്റെ ലേവലുള്ള ഒരു സാഹിത്യകാരന്റെ 10 കവിതകൾ ഞങ്ങൾ ഈ മാർച്ച് 1-ാം തീയതി തിരുവനന്തപുരത്ത് റിലീസ് ചെയ്യണം, പൂർണ്ണമായും സംഗീതം കൊടുത്തു തന്നെ. അപ്പോഴാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ കമ്പി സാർ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് പറയാണ്, സംഗീതത്തിന്റെ ആത്മാവ്, കവിതയുടെ ആത്മാവ് കണ്ടെത്താൻ കഴിയുന്നത്. കവിതയിൽ സംഗീതമുണ്ട്, അത് കണ്ടെത്തുക. വളരെ മനോഹരമായത് അവതരിപ്പിച്ചു. അത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഡിജിറ്റൽ പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രസാരണം ചെയ്യുന്നതിന്റെ സാധ്യതകൾ എന്താണ്? ഒരാൾക്ക് വീട്ടിലിരുന്ന് തന്റെ കൃതി ഇന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് അടുത്ത നിമിഷം തന്നെ കിട്ടും. ഈ അപ്ലോഡ് ചെയ്യുന്നത് വെറുതെ കൊടുക്കണമോ, ഫ്രീ ഡൗൺലോഡ് കൊടുക്കണമോ, അതിനൊരു വില നിശ്ചയിക്കണമോ എന്നത് കലാകാരന് തീരുമാനിക്കാം. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്ലിപ്പ്, ഈ പറഞ്ഞ 4 വരികളോ 1 പേജോ ഫ്രീ ആയിട്ട് വായിക്കാനുള്ള സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റും. അത് വായിച്ചതിന് ശേഷം, കേട്ടതിന് ശേഷം അവർക്ക് തീരുമാനിക്കാം ഇത് വാങ്ങണമോ വേണ്ടിയെന്ന്. അപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൽ ഇന്നിപ്പോൾ എല്ലാ പബ്ലിഷിംഗ് എടുത്താലും ഇതിൽ ഒരുപാട് മധ്യവർത്തികളുണ്ട്. കഥയും കവിതയും തിരഞ്ഞെടുക്കാനുള്ള പാനലുകളുണ്ട്.
എത്ര പ്രഗത്ഭരായ ഒരു ആളുകളുടെ പാനലായിരുന്നാലും അതിന് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ കാരണം MSIയുമായി ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, സംഗീതത്തിന് ഉദാഹരണമായിട്ട് എടുക്കുന്നു. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാം കൂടുതലും സംഗീതത്തിന്റെ ശാഖയിൽ പ്രവർത്തിക്കുന്നവരാണ്, പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. റിംഗ് ടോൺസ്, ഇന്നിപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഫോൺ എടുത്താൽ റിംഗ് ടോൺസ് എത്രയോ അധികം ഉപയോഗിക്കുന്നത്. ഒരു റിംഗ് ടോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ 15 രൂപ 20 രൂപയാണ് ഒരു മാസം നമ്മൾ അതിന് കൊടുക്കുന്നത്. ഒരു മുഴുവൻ CD ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്രയും ലാഭം കിട്ടാറില്ല. അത് ഓരോ മാസമാണ്. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രത്യേകത, ഒരു കലാകാരനും ഒരു പാട്ടുകാരിയായാലും എഴുത്തുകാരനായാലും സംഗീത സംവിധായകനായാലും കൃതി ചെയ്ത് കഴിയുന്നതോടുകൂടെ അതിന്റെ ഫുൾ റൈറ്റ്സ്, അതിന്റെ മുഴുവൻ അവകാശവും പ്രൊഡ്യൂസർ വാങ്ങിക്കുകയാണ്. പുറത്തങ്ങനെയല്ല. ഞങ്ങളുടെ മോഡലിൽ അവകാശങ്ങൾ ഞങ്ങൾ ഒരിക്കലും വാങ്ങിക്കുന്നതല്ല. നമ്മൾ വിൽക്കുന്നതനുസരിച്ച് അതിന്റെ ഒരു പങ്ക് എന്നും കലാകാരന് കിട്ടിക്കൊണ്ടിരിക്കണം. ആ രീതിയിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, ഇതെല്ലാം കുറയ്ക്കണം. ഈ മധ്യവർത്തികളെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരു ചെരുപ്പ് കമ്പനി ആഫ്രിക്കയിൽ ചെരുപ്പ് വിൽക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ഒരു രാജ്യത്തേക്ക് ആളുകളെ അയച്ചു. തെറ്റുപറ്റി 2 ടീമുകളാണ് പോയത്. ഒരു ടീം അതവിടെയെല്ലാം പഠിച്ച ശേഷം തിരിച്ചു വന്ന് പറഞ്ഞു, ഈ രാജ്യത്ത് ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ഇവിടെ ചെരുപ്പിടാൻ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതുകൊണ്ട് ഇവിടെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട. മറ്റൊരാളൊന്ന് പറഞ്ഞു, ഇവിടെ ആരും ചെരുപ്പ് ധരിച്ചു തുടങ്ങിയിട്ടില്ല, ഇത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഞങ്ങൾ ഇതൊരു അവസരമായിട്ടാണ് കാണുന്നത്. MSIയുമായി ചേർന്ന് വളരെ ദീർഘകാല ഒരു ഫ്രെയിമിൽ തന്നെ ഇത് തുടരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പേഴ്സണലായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്തെങ്കിലും കൃതി സ്വന്തം മനസ്സിൽ നിന്ന് വരുന്നത് കമേഴ്ഷ്യലായിട്ട് യാതൊരു സാധ്യതകളും ഇല്ലാത്ത കൃതി ഉണ്ടെങ്കിൽ യാതൊരു ചെലവും കൂടാതെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാമെന്നുള്ള പറയാം. അതാണ് ഭാവി. അവിടെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവസാനമായിട്ട് ഈ കൃതിയെക്കുറിച്ച് പറയട്ടെ. ഞാൻ ഇതിന്റെ എല്ലാ പാട്ടുകളും പലതവണ കേട്ടു. ഹൃദയം വിളിക്കുക വളരെ നല്ല സംഗീതമാണ്, മനോഹരമായ രചനയാണ്, പുതിയൊരു ട്രെൻഡാണ്, പല കാര്യങ്ങളിലും പുതിയ ഒരു വഴി തുറക്കുകയാണ്. ദയവായി ഇതിനെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും കൂടി ഇതിന് തീർച്ചയായും പ്രവർത്തിക്കും. മലയാളത്തിൽ പുതിയൊരു ചാനൽ ഇതിൽ തുടങ്ങാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.